തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റുതുന്നം പാടിയതിന്റെ ക്ഷീണം തീർക്കാൻ പതിവ് പോലെ ഉത്തരേന്ത്യക്കാർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഇന്ത്യയുടെ സമ്പദ് രംഗം താങ്ങി നിർത്തുന്നത് ദക്ഷിണ ഇന്ത്യക്കാരാണ്. ഉത്തരേന്ത്യക്കാർ ദക്ഷിണ ഇന്ത്യക്കാരുടെ നികുതി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള നിലവിളികളാണ് അന്തംകമ്മികളും സുഡാപ്പികളും കോൺഗ്രസുകാരും ഒരുമിച്ചുയർത്തുന്നത്. കർണാടകയിൽ BJP ഭരണം മാറിയതുകൊണ്ട് കന്നഡികർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരും വിവരം കെട്ടവരായനെ. ത്രിപുരക്കാർക്ക് കുറച്ചു കാലം മുമ്പ് വരെ നല്ല വിവരമായിരുന്നു, ഇപ്പോൾ അത് പോയിട്ടുണ്ട്. ബംഗാളികളുടെ കാര്യം പറയുകയേ വേണ്ട. രാജസ്ഥാനിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് വോട്ടെണ്ണിയ ഡിസംബർ 3-ാം തീയതി വരെ നല്ല വിവരമായിരുന്നു. പക്ഷേ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ അവർക്കും വിവരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ കണക്കുകൾ നോക്കിയാൽ ഈ നിലവിളിയും പരിഹാസ്യമായി മാറുന്നതാണ് കാണാൻ കഴിയുക. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. കണക്കുകൾ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എന്നത് 2022-2023 272 ലക്ഷം കോടി രൂപയാണ്. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ചേർന്ന് ഇന്ത്യയുടെ GDPക്ക് നൽകുന്ന സംഭാവന 30%. അതേസമയം മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ 2 സംസ്ഥാനങ്ങൾ മാത്രം ഇന്ത്യൻ GDPയുടെ 23% സംഭാവന ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും കൂടെ ചേർത്താൽ അതിൽ തന്നെ ബീഹാറും വെസ്റ്റ് ബംഗാളും ഒഡീഷയും ചേർക്കാതെ തന്നെ 55% മുകളിലാണ് GDPയിലേക്ക് സംഭാവന ചെയ്യുന്നത്. നേരത്തെ ഒഴിവാക്കിയ വെസ്റ്റ് ബംഗാളും ബീഹാറും ഒഡീഷയും കൂടി ചേർത്താൽ അത് 67.6%. അതായത് ഇന്ത്യയുടെ GDPയുടെ 67.6% സംഭാവന ചെയ്യുന്നത് മലയാളികൾ പരിഹസിക്കുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. 1947 മുതൽ തുടർച്ചയായി 60 കൊല്ലത്തോളം ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെ പരിഹസിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും തന്നെയാണ്. 60 കൊല്ലം കൊണ്ട് അവർ ഭരിച്ച് സിംഗപ്പൂരാക്കിയ സംസ്ഥാനങ്ങളാണ് ഇവയെല്ലാം തന്നെയും. എന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളെ അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. 60 കൊല്ലം രാജ്യവും സംസ്ഥാനങ്ങളും ഭരിച്ചവരുടെ ഭരണ മികവിന്റെ ഉദാഹരണമാണ് ഈ സംസ്ഥാനങ്ങളുടെ പിന്നോക്കാവസ്ഥ എന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളാകും. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യൻ GDPയിലേക്ക് 50% മുകളിൽ സംഭാവന ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ല. സാക്ഷരത കുറഞ്ഞ സംസ്ഥാനങ്ങളിലാണ് BJP ഭരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പരിഹാസം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 12%. പക്ഷേ അതേസമയം തന്നെ കേരളത്തിൽ അത് 47%. ആരോഗ്യ മേഖലയിലും കേരളം മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസുകാരോ മാറി മാറി ഭരിച്ചതുകൊണ്ടാണ് കേരളത്തിൽ സാക്ഷരതയും ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ഉണ്ടായത് എന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കേരളത്തെ പോലെ തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി മാറി ഭരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി ഭരിക്കുകയും ചെയ്ത ബംഗാളിന് ഇന്നീ ഗതി വരില്ലായിരുന്നു. അതായത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഭരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പറയുന്നത് വെറും ബാലിശമായിട്ടുള്ള ഒരു വാദം മാത്രമാണ്. പ്രവാസികളുടെ പണമാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത്. BJPയെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് വിവരമില്ല എന്നുള്ളതാണ് സൗത്ത് ഇന്ത്യയിലെ നേതാക്കന്മാരുടെയും അണികളുടെയും പ്രധാന വാദം എന്ന് പറയുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കർണാടകയിലടക്കം BJP വലിയ മുന്നേറ്റം തന്നെ നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ കേരളത്തിന് പുറത്തുള്ളവർക്ക് വിവരമില്ലെന്ന് പറഞ്ഞാകും ഈ കരച്ചിൽ തുടക്കുന്നത്. കുറച്ചു നാൾ കൂടെ കഴിയുമ്പോൾ ചുണയുണ്ടെങ്കിൽ കണ്ണൂരിൽ വിജയിക്കാൻ പറഞ്ഞു പോകും. കാലം ഒരുപാട് കടന്നു പോകുമ്പോൾ അത് കുണ്ടറ അണ്ടിയാപ്പീസിലേക്കും കണ്ണൂരിലെ ഏതെങ്കിലും ഒരു ചുവപ്പ് ഗ്രാമത്തിലേക്കും ചുരുങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന് അവരെ തെറിവിളിച്ചിട്ടോ അവർക്ക് വിവരമില്ലെന്നോ പറഞ്ഞ് മൂങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ തോൽവി അംഗീകരിക്കുക. ഇത് ചെറുതാണ്. ഇതിലും വലുത് അടുത്ത 6 മാസത്തിനുള്ളിൽ വരാൻ കിടക്കുന്നതേയുള്ളൂ.